പ്രിയ ദൈവജനമേ, ഇന്ന് ആഗമന കാലം 22-ാം ദിവസം. ദൈവം നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ട ഒരു വലിയ അവസരമാണ് ഈ ആഗമനകാലം. സങ്കീർത്തനം 36 നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണ ആകാശത്തോളം വലുതും അവിടുത്തെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതുമാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നയിക്കുന്ന പിതാവായ ദൈവത്തിനെ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയും വേണം. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും മറന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദി എന്ന വാക്ക് നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിൽ നിന്നുള്ള ജീവൻ്റെ ഉറവിടത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നാം ഈ ക്രിസ്മസിനായി ഒരുങ്ങാൻ. പ്രിയ സഹോദര സഹോദരി, അവിടുത്തെ പ്രകാശത്തിൽ നാം പ്രകാശം കാണുന്നുവെന്ന് സങ്കീർത്തകൻ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ വെളിച്ചം ലോകത്തിന് നൽകാൻ വന്ന മിശിഹായെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ സജ്ജമാക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണത്തെ ഓർത്ത് കൃതജ്ഞതയുള്ളവരാകുകയും അവിടുന്ന് നൽകിയ നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നന്ദി പ്രകടനം പൂർണ്ണമാകുന്നത്. അഹങ്കാരത്തിൻ്റെ കാൽപ്പാടുകൾ നമ്മിൽ നിന്ന് അകറ്റി നിർത്താനും വിനയത്തോടെ ദൈവത്തിന് സ്തുതി പാടാനും ഈ ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന രക്ഷകനെ സ്വീകരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം.